ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ജയ ശ്രീ രാധേ രാധേ, ജയ ശ്രീ രാധേശ്യാം. നമ്മൾ ഇന്ന് മഹാഭാരതത്തിൽ ഉള്ളൊരു ആദിപർവ്വത്തിൽ സത്യവതി ദേവിയുടെ ജനനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് കേട്ടോ നമ്മളിന്ന് പറയാൻ പോകുന്നത്. എങ്ങനെയാണ് സത്യവതി ദേവിയുടെ ജനനം ഉണ്ടായത് എന്ന് പറയാം. അപ്പോൾ സത്യവതി ദേവിയെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയുമായിരിക്കും അല്ലേ. നമ്മൾ പാണ്ഡവരുടെയും കൗണ്ടവരുടെയൊക്കെ ഒരു ലെഗസി സ്റ്റാർട്ട് ചെയ്യുന്നത് ആ രാജമാതാവായിട്ടിരിക്കുന്ന സത്യവതി ദേവിയിൽ നിന്നാണ്. അപ്പോൾ ആ ദേവിയുടെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോണത്. ചേതി രാജ്യത്ത് ഉപരിചരൻ എന്ന് പറഞ്ഞിട്ടൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ രാജ്യമൊക്കെ ഉപേക്ഷിച്ച് തപസ് അനുഷ്ഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തപശക്തി കണ്ടിട്ട് നമ്മളുടെ ദേവേന്ദ്രന് ഒരിക്കൽ തോന്നി, ഇദ്ദേഹം ഈ സ്വർഗം വേണമെന്ന് പറഞ്ഞിട്ട് വരുമോ, ഇനിയിപ്പോൾ ഇന്ദ്രപട്ടം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വരുമോ എന്ന് തോന്നിയിട്ട് അപ്പോൾ നമ്മുടെ ദേവേന്ദ്രൻ ആകെ പരിഭ്രമമായിട്ടാണ്. അപ്പോൾ ദേവേന്ദ്രൻ വേഗം നമ്മുടെ ഈ രാജാവിനെ, ഉപരിചരൻ രാജാവിനെ കാണാനായിട്ട് ഭൂമിയിൽ വരികയാണ്. അപ്പോൾ ഭൂമിയിൽ വന്ന് രാജാവിനോട് പറയും, അങ്ങ് ഈ രാജ്യമൊക്കെ ഉപേക്ഷിച്ച്, ഇത്രയും നല്ല ചേതി രാജ്യമാണ്, ആ രാജ്യമെല്ലാം ഉപേക്ഷിച്ച് അങ്ങ് ഈ തപസ് അനുഷ്ഠിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. അങ്ങയുടെ സ്വധർമ്മം പാലിക്കണം. അങ്ങ് സ്വധർമ്മം പാലിച്ച് ഇത് സ്വർഗം പോലെ നല്ല ഒരു രാജ്യമാക്കി തീർക്കാം. അങ്ങയുടെ ആബ്സെൻസിൽ ആ രാജ്യം രാജ്യത്തിന് വളരെയധികം ദുഃഖം, ഒരു രാജാവില്ലെങ്കിൽ ആ രാജ്യം അനാഥപ്പെട്ടു പോണ പോലെയാണല്ലേ. അപ്പോൾ അതൊക്കെ അങ്ങനെ ഉണ്ടാവാതെ നോക്കേണ്ടത് അങ്ങയുടെ കടമയാണ്. അതിനാൽ അങ്ങ് സ്വധർമ്മം പാലിക്കാൻ വേണ്ടിയിട്ട് ചേതി രാജ്യത്തിലേക്ക് തിരിച്ചു പോയാലും എന്നൊക്കെ പറഞ്ഞിട്ട് രാജാവിനെ തപസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. അതുകൂടാതെ തന്നെ രാജാവിനോട് പറയും, എനിക്ക് ഭൂമിയിൽ അങ്ങ് എൻ്റെ സുഹൃത്തായി മാറിയിരിക്കുകയാണ്, അങ്ങ് എന്നും എൻ്റെ സുഹൃത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങേക്ക് ഒരു വിമാനം നൽകുകയാണ്. അപ്പോൾ ഈ വിമാനത്തിൽ കയറിയിട്ട് അങ്ങേക്ക് ദേവന്മാരെ പോലെ ഉപരിലോകങ്ങളിലേക്കൊക്കെ സഞ്ചരിക്കാം. അതുപോലെ തന്നെ ഞാനൊരു എന്താ പറയുക, വൈജയന്തി മാല കൂടി അങ്ങേക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങയെ മറ്റുള്ള വൈജയന്തി മാല, അതുപോലെ വേണുയഷ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊക്കെ തരുന്നുണ്ട്. ഇത് അങ്ങയെ മറ്റുള്ള, അതായത് അങ്ങയുടെ ശത്രുക്കളിൽ നിന്ന്, അവരുടെ ആയുധങ്ങളിൽ നിന്ന് അങ്ങേക്ക് പ്രൊട്ടക്ഷൻ നൽകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഈ പറഞ്ഞ ഉപരിചരൻ എന്ന് പറഞ്ഞ രാജാവിന് നമ്മുടെ ദേവേന്ദ്രൻ കൊടുക്കുകയാണ്. അങ്ങനെ രാജാവ് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ ചേതി രാജ്യത്തേക്ക് തിരിച്ചുപോയി. ഇദ്ദേഹം ഈ വിമാനത്തിൽ ഉപരിലോകങ്ങളിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് ഉപരിചരവസു എന്നുള്ള പേര് കിട്ടി. ഉപരിചരൻ എന്നുള്ളതിൽ നിന്നും ഉപരിചരവസു എന്നുള്ളൊരു പേര് കിട്ടി. അങ്ങനെ അദ്ദേഹം നന്നായിട്ട് രാജ്യമൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജ്യഭരണത്തിൽ അവിടെ എല്ലാവരും, ഈ പറഞ്ഞ പ്രജകളും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിന് കാലക്രമേണ 5 മക്കളുണ്ടാവുകയാണ്, 5 പുത്രന്മാരുണ്ടായി. ആ 5 പുത്രന്മാർക്ക് അദ്ദേഹം രാജ്യത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് വീതിച്ചു കൊടുത്ത് അവരെയൊക്കെ ഓരോ പദവിയിൽ കൊടുത്തു, അതായത് ഓരോ രാജ്യങ്ങൾ അവർക്കൊക്കെ കൊടുത്തു. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, അങ്ങനെ കാലക്രമേണ അത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഈ ചേതി രാജ്യത്തിൻ്റെ അടുത്തായിട്ട് ശുക്തിമതി എന്ന് പറഞ്ഞിട്ടൊരു നദി ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ നദിക്കടുത്ത് തന്നെ കോലാഹലൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പർവ്വതവും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പർവ്വതം, കോലാഹലൻ എന്ന് പറഞ്ഞ പർവ്വതത്തിന് ശുക്തിമതി എന്നുള്ള നദിയോട് വളരെ പ്രണയം തോന്നുകയാണ്. അപ്പോൾ അങ്ങനെ പ്രണയം തോന്നുന്ന സമയത്ത് ഈ ശുക്തിമതി എന്ന നദീനെ നമ്മുടെ കോലാഹലൻ തടഞ്ഞു നിർത്തുന്ന സമയത്ത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ വെള്ളപ്പൊക്കം വന്നു. അപ്പോൾ വെള്ളപ്പൊക്കം വന്നപ്പോൾ അവിടുത്തെ പ്രജകളെല്ലാവരും കൂടി പോയിട്ട് നമ്മുടെ ചേതി രാജാവിനോട് പറയുകയാണ്, ഇങ്ങനെ ഈ ഒരു ശുക്തിമതി എന്ന നദിയെ, കോലാഹലൻ എന്ന പർവ്വതം അവിടെ തടഞ്ഞ് ഇതാക്കിക്കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര കഷ്ടങ്ങളാണ്, വെള്ളപ്പൊക്കം വരുന്നു, നമുക്കവിടെ താമസിക്കുന്നതിന് ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചേതി രാജാവ്, ഉപരിചര വസു എന്ന രാജാവ് അവിടെ പോയിട്ട് എന്താ നോക്കിയിട്ട് അദ്ദേഹത്തിന് ദേഷ്യം വന്ന് അദ്ദേഹം കാലുകൊണ്ട്
ഈ കോലാഹലം എന്ന് പറഞ്ഞാൽ പർവ്വതത്തിന് ഒരൊറ്റ ചവിട്ട് ചവിട്ടും. അപ്പം അങ്ങനെ ചവിട്ടുന്ന സമയത്ത് എന്താവും, ഈ പർവ്വതത്തിൽ ഒരു ദ്വാരം ഉണ്ടാവുകയാണ്. ഈ ദ്വാരത്തിൽ കൂടെ നമ്മുടെ ശുക്തിമതി നദി പുറത്തേക്ക് ഒഴുകി. അപ്പോൾ ശുക്തിമതിക്കും കോലാഹലൻ്റെയും പ്രണയത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് 2 മക്കളുണ്ടാവുകയാണ്. അപ്പോൾ ഈ ശുക്തിമതി വളരെ കൃതജ്ഞതാപൂർവ്വം തൻ്റെ മക്കളെ കോലാഹലം പർവ്വതത്തിന് നൽകിക്കൊണ്ടാണ് ഈ ശുക്തിമതി അവിടുന്ന് പോവുകയാണ്. അത് ആ ഒരു ചെറിയ ആ ദ്വാരത്തിൽ കൂടെ ആ ശുക്തിമതി ഒഴുകിപ്പോയി. അപ്പോൾ അങ്ങനെ ആ രാജാവ് 2 മക്കളെയും എടുത്തു നോക്കും. അപ്പോൾ അതിൽ ഒരു ആൺകുട്ടിയും അതുപോലെ തന്നെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെൺകുട്ടിയുടെ പേരാണ് ഗിരിക, അതുമാതിരി ആൺകുട്ടിയുടെ പേരാണ് വസുപ്രദൻ. അപ്പോൾ വസുപ്രദനെ രാജാവ് സൈനാധിപനാക്കി മാറ്റി, ആ രാജ്യത്തിൻ്റെ സൈനാധിപനാക്കി മാറ്റി. അതുപോലെ ഗിരികയെ കാലക്രമേണ അദ്ദേഹം കല്യാണം കഴിക്കുകയും ചെയ്തു. അങ്ങനെ അവർ കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഋതുസ്നാനം കഴിഞ്ഞ് നമ്മുടെ ഗിരിക അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് അവർ 2 പേരും വളരെ സ്നേഹത്തോടു കൂടി ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ പിതൃക്കളുടെ ഒരു ഇത് കാരണം അവരുടെ ആജ്ഞ അനുസരണം അദ്ദേഹത്തിന് നായാട്ടിന് പോണ്ടി വരികയാണ്. അപ്പോൾ അദ്ദേഹം കാട്ടിൽ നായാട്ടിന് പോയി ദുഷ്ടമൃഗങ്ങളെയൊക്കെ വേട്ടയാടിക്കൊണ്ട് ക്ഷീണിച്ച് വന്ന് അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു നല്ല ഒരു കാറ്റും വനാന്തരങ്ങളിലെ ആ ഒരു സമയത്തുള്ളൊരു ആ ഒരു അവസ്ഥ കണ്ട് അദ്ദേഹത്തിന് തൻ്റെ പത്നിയായ ഗിരികയോടൊത്തിരുന്ന ആ ഒരു മനോഹരമായ പ്രേമ നിമിഷം ഓർമ്മ വന്ന് അദ്ദേഹത്തിന് രേതസ് പുറത്തു വരികയാണ്. അപ്പോൾ രേതസ് പുറത്തു വരുമ്പോൾ ഈ രേതസ് വെറുതെ കളയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിനെ ഒരു ഇലയിൽ പൊതിഞ്ഞ് മന്ത്രശക്തി കൊണ്ട് ഒരു ഗരുഡനെ വരുത്തി ആ ഗരുഡൻ്റെ അടുത്ത് പറഞ്ഞ് കൊടുത്തയക്കുകയാണ്. ഇത് എൻ്റെ ഭാര്യയായ ഗിരികയുണ്ട്, അപ്പോൾ ഗിരിക രാജധാനിയിലുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് ഇത് ഗിരികയ്ക്ക് കൊടുക്കണം എന്ന് നമ്മുടെ ഉപരിചര വസു എന്ന രാജാവ് ആ ഗരുഡനോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഗരുഡൻ അത് വെച്ച് പറന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റുള്ള പക്ഷികൾ വന്ന് വിചാരിക്കും ഇതെന്താ വല്ല മാംസമായിരിക്കും, കഴിക്കാനുള്ള എന്തോ ആണെന്ന് വിചാരിച്ച് ഈ ഗരുഡനെ ആക്രമിക്കാൻ പോകും. ഗരുഡനും മറ്റു പക്ഷികളും തമ്മിലുള്ള ആക്രമണത്തിൻ്റെ ഇടയിൽ ഈ പറയണ ഈ രേതസാക്കിയിട്ടുള്ള നമ്മുടെ ഈ ഇലപ്പൊതി അത് താഴെ വീണത് എവിടേക്കാന്ന് വെച്ചാൽ യമുന നദിയിലാണ് വീണത്. യമുന നദിയിലാവട്ടെ അദ്രിക എന്ന പേരുള്ള ഒരു അപ്സരസ് നമ്മുടെ ബ്രഹ്മശാപം മൂലം അവിടെ ഒരു മീനായിട്ട് ശാപമോക്ഷം കാത്തിങ്ങനെ കിടക്കുമായിരുന്നു. അപ്പം അങ്ങനെ ആ മീനായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യും, ഈ പൊതി ആ ഒരു അദ്രിക എന്ന് പറഞ്ഞ ആ നമ്മുടെ മത്സ്യം ഈ പൊതി അങ്ങനെ വിഴുങ്ങുകയാണ്. അങ്ങനെ വിഴുങ്ങി കുറച്ച് കാലം കഴിയുമ്പോൾ മുക്കുവന്മാർ വന്നിട്ട് ഈ മീനുകളെ എങ്ങനെ പിടിക്കുമ്പോൾ ഈ മീനും അതിൻ്റെ ഈ മുക്കുവന്മാർ പിടിക്കുന്ന മീൻകൂട്ടത്തിൽ പെട്ടു. അപ്പോൾ ഇതിൻ്റെ ഒരു അസ്വാഭാവികതയൊക്കെ കണ്ടിട്ട് അവർ ഇത് നേരെ കൊണ്ടുപോയിട്ട് അവിടെയുള്ള ദാശരാജാവിന് കാഴ്ചവെക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ ദാശരാജാവ് നോക്കുമ്പോൾ വല്ലാത്തൊരു, അതായത് ഒരു അസ്വാഭാവികതയായിട്ടുള്ള മീനാണ്, മറ്റുള്ള മത്സ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ അവരെ അതിൻ്റെ വയറ് കീറി നോക്കാൻ പറയും. അപ്പോൾ അങ്ങനെ നോക്കണ സമയത്ത് അതിൽ 2 കുട്ടികളുണ്ടാവുന്നുണ്ട്, 2 കുട്ടികൾ, അതിലൊരു ആൺകുട്ടിയുണ്ട് ഒരു പെൺകുട്ടിയുണ്ട്. അങ്ങനെ ഈ ദാശരാജാവ് എന്ത് ചെയ്യും, നമ്മുടെ ഉപരിചര വസു എന്ന് പറഞ്ഞിട്ടുള്ള ഈ രാജാവിൻ്റെ മുന്നിൽ ഈ കുട്ടികളെയും ഇത് കൊണ്ടുപോയിട്ട് മത്സ്യത്തിനെയും കൊണ്ടുപോയിട്ട് അവിടെ കാഴ്ചവെക്കുകയാണ്. അപ്പോൾ ആ കാഴ്ചവെക്കുമ്പോൾ ഉപരിചര വസു പറയും അതിൽ ആൺകുട്ടിയെ ഈ രാജാവ് എടുക്കുകയാണ്. രാജാവ് എടുത്ത് അവിടുത്തെ കുട്ടിയായിട്ട് വളർത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഈ പെൺകുട്ടിയെ തിരിച്ച് ഈ മുക്കന്മാർക്ക് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ആൺകുട്ടിയാണ് പിന്നീട് നമ്മുടെ മത്സ്യവംശത്തിൻ്റെ സ്ഥാപകനായിട്ട് വരുന്നത്. ഈ പെൺകുട്ടിയുടെ പേര് മത്സ്യഗന്ധ എന്ന് വെച്ചു. കാരണം ആ കുട്ടിയിൽ നിന്ന് വളരെ
മത്സ്യത്തിൻ്റെ ഗന്ധമാണ് വന്നുകൊണ്ടിരിക്കുന്നത്, വളരെ മത്സ്യഗന്ധം വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുക്കുവന്മാർക്ക് കൊടുത്ത് ആ മുക്കുവന്മാർ ആ കുട്ടീനെ വളർത്തി വലുതാക്കണം. അപ്പോൾ ആ കുട്ടി അച്ഛനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ മുക്കുവന്മാരാണല്ലോ, അപ്പോൾ അച്ഛനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവർ കപ്പലിൽ കയറുന്ന ആൾക്കാരെയൊക്കെ അല്ലെങ്കിൽ ബോട്ടിൽ കയറുന്ന ആൾക്കാരെ ഇവിടുന്ന് അങ്ങോട്ടും ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക്, അക്കരയിൽ നിന്ന് ഇക്കരയ്ക്ക് അങ്ങനെ ആൾക്കാരെ കൊണ്ടാക്കുന്ന ഒരു ജോലി സ്വീകരിച്ച് ആ കുട്ടിയുടെ അച്ഛനെ ശുശ്രൂഷിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കണം. അങ്ങനെയാണ് ആ കുട്ടി അതാണ് സത്യവതി ദേവിയായിട്ട് പിന്നീട് അറിയപ്പെട്ടത്. ആ സത്യവതി ദേവിയാണ് പിന്നീട് നമ്മുടെ പുരുവംശത്തിൻ്റെ രാജമാതാവായിട്ട് അറിയപ്പെട്ടത്. ഇനി ഇതേ സത്യവതി ദേവിയിൽ നിന്നാണ് വേദവ്യാസൻ്റെ ജനനം. അത് നമുക്ക് ഇനിയൊരു കഥയായിട്ട് പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഫാമിലിയിൽ അംഗമാവുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നന്ദി, നമസ്കാരം. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.